ഹായ് ഗൈസ്, ഞാൻ എൻ്റെ പുതിയ ചാനലായിട്ടുള്ള PSC ബേക്കോൺസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ മെയിനായിട്ട് PSC റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളൊരു PSC ആസ്പിറൻറ്റിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 hour 1 hour കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെക്ചർ കണ്ടിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ടോപ്പിക്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 hour 2 hour വീഡിയോ സ്കിപ്പ് ചെയ്ത് ആ പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സിംഗിൾ വീഡിയോസാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് റിമെമ്പർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഡ്രോയിങ് ഷീറ്റ്സുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡ്രോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഷീറ്റുകളെയാണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ് ഷീറ്റിന് പല സൈസസിലുണ്ട്. A4, A3, A2, A1 അങ്ങനെ പല സൈസിലുള്ള ഡ്രോയിങ് ഷീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രോയിങ് ഷീറ്റുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുള്ളൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ നെക്സ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് A0ൻ്റെ ഒരു ഷീറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടെന്ന് വിചാരിക്കും. ഓക്കെ, A0നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് A1 കിട്ടുക. A1നെ ഡിവൈഡ് ചെയ്യുമ്പോൾ A2 ഷീറ്റ് കിട്ടും. A2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ A3 ഷീറ്റ്. A3നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A4 ഷീറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കിട്ടുക, A5 ഷീറ്റുകൾ കിട്ടുക. ഇനി ഈ ഷീറ്റുകളൊക്കെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒരു ട്രിക്സിലൂടെ പഠിക്കാം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രിമ്മഡ് സൈസ്, അൺട്രിമ്മഡ് സൈസ്, സർഫസ് ഏരിയ. കുറച്ച് ഷീറ്റുകളെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പിക്ചറിൽ. ആ ഓരോ ഷീറ്റിൻ്റെയും ഈ 3 കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് A4 ഷീറ്റാണ്. A4 ഷീറ്റിൻ്റെ സൈസ് നമുക്കറിയാം 210/297. ബാക്കിയുള്ള എല്ലാ ഷീറ്റുകളും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാല്യൂ കാണാപ്പാഠം പഠിച്ചു വയ്ക്കണം. അതാണ് A4. അപ്പോൾ നമ്മൾ A4ൻ്റെ വാല്യൂ എന്ത് ചെയ്തു, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചു. 210/297 mm എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് മില്ലിമീറ്റർ. നമ്മൾ എല്ലാ ഷീറ്റുകളെയും നമ്മൾ മില്ലിമീറ്ററിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി A4ൽ നിന്ന് എങ്ങനെയാണ് ബാക്കി ഷീറ്റുകൾ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കൂ, A4ൻ്റെ 210/297. 210 എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് സൈഡും 297 എന്ന് പറയുന്നത് അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡുമാണ്. ഇനി ഇതിൽ നിന്ന് A3 എങ്ങനെ കണ്ടുപിടിക്കാമെന്നല്ല നെക്സ്റ്റ്. A3 എന്ന് പറയുന്നത് A4ൻ്റെ ലോങ്ങസ്റ്റ് സൈഡായിരിക്കും A3യുടെ ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. നോക്കൂ, ഈ 297 തന്നെ നമ്മൾ കണ്ടോ, A3യുടെ ഫസ്റ്റ് വാല്യൂ വരും. ഇനി A3യുടെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 210ൻ്റെ കൂടെ ×2 ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് A2 കിട്ടാൻ വേണ്ടിയിട്ട് എന്താ, A3യുടെ ലോങ്ങസ്റ്റ് വാല്യൂ എടുത്ത് സെയിം പോലെ എഴുതി. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ×2. A4, A3, A2 ഈ 3 ഷീറ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ×2 ചെയ്താൽ മതി. അതേസമയം A0യും A1ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, A1 എന്ന് പറയുമ്പോൾ എന്താ, സെയിം വാല്യൂ ഫസ്റ്റ് വന്നു. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ×2 പകരം ×2 + 1 വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. A0 നോക്കൂ, സെയിം വാല്യൂ ഫസ്റ്റ് വന്നു. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ×2 + 1 ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാനവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പ്രീവിയസിൻ്റെ സെയിം ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ×2 A1നും A0യും കണ്ടുപിടിക്കാൻ മാത്രം ×2 + 1. ഓക്കെ, ഇനി നെക്സ്റ്റ് അൺട്രിമ്മഡ് സൈസസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ട്രിമ്മഡ് സൈസസ് നമുക്കിപ്പോൾ ട്രിക്ക് വെച്ച് നമുക്ക് മനസ്സിലായി. ഈ ട്രിമ്മഡ് സൈസ് നമുക്ക് എങ്ങനെ അൺട്രിമ്മഡ് സൈസ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോക്കൂ, 841 ഈ ട്രിമ്മഡ് സൈസസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു 5ൻ്റെ മൾട്ടിപ്പിളായിട്ട്, ഏറ്റവും നിയറസ്റ്റ് വരുന്ന ഒരു 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 841 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് 5ൻ്റെ മൾട്ടിപ്പിൾ ചെയ്താൽ 840. അപ്പോൾ 840യുടെ കൂടെ 40 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രിമ്മഡിൻ്റെ ഫസ്റ്റ് വാല്യൂ കിട്ടും. ഇനി ട്രിമ്മഡിൻ്റെ സെക്കൻഡ് വാല്യൂ എങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1189. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ തൊട്ടടുത്ത് കിടക്കുന്ന 5ൻ്റെ മൾട്ടിപ്പിൾ ചെയ്താൽ 1190. 1190ൻ്റെ കൂടെ 40 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നെക്സ്റ്റ് വാല്യൂ കിട്ടുക. ഓക്കെ, ഇനി A1 നോക്കൂ. A1 എന്ന് പറയുമ്പോൾ 594. അപ്പോൾ 595ൻ്റെ കൂടെ 30 ആണ് കൂട്ടേണ്ടത്. 30 കൂട്ടുമ്പോൾ നമുക്ക് 625 കിട്ടും. നെക്സ്റ്റ് വാല്യൂ നോക്കൂ, 841. തൊട്ടടുത്ത് കിടക്കുന്ന 5ൻ്റെ മൾട്ടിപ്പിൾ 840. അപ്പോൾ 840 + 40 ആണ് 880 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 420 + 30 595 + 30. നെക്സ്റ്റ് വാല്യൂ 300 + 30 420 + 30 210 + 30 300 + 30. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് ഞാൻ ഒറ്റ ടേബിളിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 3
പൊസിഷനിൽ മാത്രമേ നമുക്ക് 40 വെച്ചിട്ട് പ്ലസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒന്ന് A0ൻ്റെ സൈസിലും A1ൻ്റെ സെക്കൻഡ് വാല്യൂവിലും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, +40 ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാത്തിലും +30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അൺട്രിംഡ് സൈസസ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺട്രിംഡിൻ്റെ ഈ സൈസസ് മൊത്തം നമുക്ക് കാണാപാഠം പഠിക്കാൻ പറ്റും. ഇനി അൺട്രിംഡ് തന്നെ വേറെ തരത്തിലും കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A4ൻ്റെ സൈസ് നമുക്കറിയാം 30 കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ A4ൻ്റെ ഈ സൈസ് നമ്മൾ 210/297 കാണാപ്പാഠം ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 30 കൂട്ടിയപ്പോൾ നമുക്ക് 240 കിട്ടി. 297 അതായത് 300ൻ്റെ കൂടെ 30 കൂട്ടിയപ്പോൾ 330 കിട്ടി. അങ്ങനെ നമ്മൾ A4ൻ്റെ അൺട്രിംഡ് സൈസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് എങ്ങനെ മുകളിലേക്ക് കണ്ടുപിടിക്കാമെന്നാണ് നെക്സ്റ്റ് പറഞ്ഞത്. നമ്മൾ പ്രീവിയസ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ലാസ്റ്റ് വരുന്ന വാല്യൂ ആയിരിക്കും തൊട്ട് മുകളിൽ കിടക്കുന്ന ഫസ്റ്റ് വാല്യൂ. അപ്പോൾ അങ്ങനെയായിരിക്കും മുകളിലേക്ക് പോവുക. നെക്സ്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ, 240 ഫസ്റ്റ് വാല്യൂൻ്റെ കൂടെ *2 -30 ചെയ്യണം. ബാക്കി മുകളിലേക്ക് വരുമ്പോൾ *2 -35 *2 -20 *2 -20 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മുകളിലത്തെ വാല്യൂസ് കിട്ടും. അപ്പോൾ 2 ട്രിക്ക് വെച്ചിട്ട് നമുക്ക് അൺട്രിംഡ് സൈസസ് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണോ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സർഫസ് ഏരിയ ആണ് നോക്കുന്നത്. സർഫസ് ഏരിയ എപ്പോഴും ചോദിക്കാം, മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ A0 സൈസിൻ്റെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ A0 സൈസിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1 m² ആണ്. ഓക്കെ, യൂണിറ്റ് മാറിപ്പോരുത്. 1 m² ആണ് ഇതിൻ്റെ A0 സൈസിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി A1ൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A1ൻ്റെ സർഫസ് ഏരിയ കിട്ടും, അതായത് 0.5 m². ഇനി 0.5 m² /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A2ൻ്റെ സർഫസ് ഏരിയ കിട്ടും. A2ൻ്റെ സർഫസ് ഏരിയനെ /2 ചെയ്ത് കഴിഞ്ഞാൽ A3ൻ്റെ സർഫസ് ഏരിയ 0.125 കിട്ടും. ഇനി A4 എന്ന് പറയുമ്പോൾ /2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ /2 എല്ലാത്തിനും /2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓരോന്നിൻ്റെയും സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ A0ൻ്റെ മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, ബൈ ഹെഡ് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ കുറച്ച് ഡ്രോയിങ് ഷീറ്റിൻ്റെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തൊക്കെ വരിക ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എപ്പോഴും ചോദിക്കുന്നതാണ്. ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് അത് √2:1 ആണ്. പഠിക്കാനൊരു എളുപ്പം ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും ആൾക്കാർക്ക് മാറും, 1:√2 ആണോ √2:1 ആണോ എന്ന്. അപ്പോൾ ഇതിന് പഠിക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.414 ആണ്. അപ്പോൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് നിങ്ങളൊരു A4 ഷീറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് ആയിരിക്കും ഏറ്റവും കൂടുതലല്ലേ, ലെങ്ത്തിനും കാട്ടിയും ചെറുതായിരിക്കും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 1.414 ആണോ 1 ആണോ വലുത്, 1.414 അതായത് √2. അപ്പോൾ √2 ആണ് ലെങ്ത്ത് വരിക, അതായത് L/B എന്ന് പറയുന്നത് √2:1 ആയിരിക്കും. നെക്സ്റ്റ് ഫോൾഡ് സൈസ് ഓഫ് ഷീറ്റ്. നമ്മളൊരു ഡ്രോയിങ് ഷീറ്റ് മടക്കി കഴിഞ്ഞാൽ അത് A4ൻ്റെ സൈസിൽ വേണം ഫൈനലി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ A0 നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഫൈനലി അത് A4ൻ്റെ സൈസിലേക്ക് വേണം നമ്മളത് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഏത് ഷീറ്റാണെങ്കിലും നമ്മളത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ A4ൻ്റെ സൈസിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡ് ചോദിക്കാറുണ്ട്, IS 107111983. ഇൻഡെക്സ് ഓഫ് എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ടൈറ്റിൽ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, എന്താ ടൈറ്റിൽ ബ്ലോക്ക് എന്നറിയോ, ഇതാണ് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ എപ്പോഴും ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റിൽ ബ്ലോക്ക്സ് വരയ്ക്കുക. നെക്സ്റ്റ് ഒരു ടൈറ്റിൽ ബ്ലോക്കിൻ്റെ സൈസ് ചോദിക്കും, എത്ര സൈസിലാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുക. ദാറ്റ് ഈസ് 185/65 mm. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിങ് ഷീറ്റിൽ ടൈറ്റിൽ ബ്ലോക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടം റൈറ്റ് കോർണർ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണത്. ഇനി നെക്സ്റ്റ് ആസ് പെർ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബോർഡർ വിഡ്ത്ത് ഓഫ് A0 ആൻഡ് A1. നമ്മൾ A0യും A1 ഷീറ്റും വരയ്ക്കുമ്പോൾ അതിൽ ബോർഡർ വിഡ്ത്ത് എത്ര കൊടുക്കുക, 20 mm ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി ആസ് പെർ BIS നമ്മൾ ബോർഡർ വിഡ്ത്ത് കൊടുക്കേണ്ടത് A2, A3, A4, A5 എന്ന് പറഞ്ഞ ഷീറ്റുകൾക്ക് നമ്മൾ ബോർഡർ വിഡ്ത്ത് കൊടുക്കേണ്ടത് 10 mm ആയിരിക്കും. ബോർഡർ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡർ വിഡ്ത്ത് ഇവിടെ 20 mm മിനിമം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 20 mm മിനിമം എന്ന് പറയുന്നത് A0യും അതുപോലെ തന്നെ A1 ഷീറ്റുകൾക്കുമാണ്. അതുപോലെ തന്നെ 10 mm നമ്മൾ എന്തിനു കൊടുക്കും, A2, A4, A5 എന്ന് പറഞ്ഞ ഷീറ്റുകൾക്ക് നമ്മൾ 10 mm ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് ഗ്രിഡ് റെഫറൻസ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് സോൺ സിസ്റ്റം. ഗ്രിഡ് റെഫറൻസ് സിസ്റ്റത്തിന് നമ്മൾ വേറെ പേരിൽ അറിയപ്പെടുന്നത് എന്താണ്, സോൺ സിസ്റ്റം എന്നാണ്. ഓക്കെ, ദിസ് ഈസ് റെഫറൻസ് ഗ്രിഡ് നമ്മൾ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വലിയ ഡ്രോയിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റെഫറൻസ് ഗ്രിഡിലായിരിക്കും നമ്മൾ പറയാം. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ, അപ്പോൾ നമുക്ക് എവിടെയാണ് ചേഞ്ച് പറയുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ഗ്രിഡുകൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് A1 കണ്ടില്ലേ, A1 എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലാണ് നമുക്കൊരു ചേഞ്ച് ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, റെഫറൻസ് ഗ്രിഡ് A1-ലായിരിക്കും നമുക്ക് ഒരു ചേഞ്ച് ഉണ്ട്, അവിടെയാണ് നമുക്കൊരു കറക്ഷൻ ചെയ്യാനുള്ളതെന്ന് പറയാം.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A2 എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് A2ലാണ് നമുക്ക് കറക്ഷൻ ഉള്ളത്. അപ്പോൾ ഒരു കാര്യത്തിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസിലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ഗ്രിഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ റെഫറൻസ് ഗ്രിഡിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്, സോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഈ ടോപ്പിക്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ഫ്രം PSC Bacons.